ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്തൊക്കെ വലിയ ടെൻഷനൊന്നുമില്ല. അത് സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടായിട്ടാണ് കേട്ടോ. ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. ഞാൻ വാനില ഫ്ലേവറിലുള്ളൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/3 കപ്പ് സാധാ തണുത്തിരിക്കുന്ന പാൽ തന്നെയാണ്, ചൂടാക്കിയിട്ടൊന്നുമില്ല. അത് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് വെക്കാം. അടുത്തത് ഇനിയൊരു പാൻ ചൂടാക്കി അതിലേക്കൊരു 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് മിൽക്ക് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ പാൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക. തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് ചൂടായിക്കോട്ടെ. ഇളക്കി കൊടുക്കേണ്ട കാര്യം മറക്കരുത്. പാലിപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് ചൂടായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മിക്സാക്കി നോക്കിയിട്ട് 1-2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ കുറച്ചുകൂടെ വേണേ. കാരണം തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ കസ്റ്റാർഡിന് ചിലപ്പോൾ തീരെ മധുരമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ചൊരു ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം നമ്മളിപ്പോൾ മിക്സാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ കൂട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ കൂട്ടി വെക്കണ്ട, പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്നങ്ങ് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് കുറുക്കി വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ വേവാത്തൊരു ടേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്നങ്ങ് കുറുകി വന്നോട്ടെ. ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് കാഷ്യോ അല്ലെങ്കിൽ ബദാമോ പിസ്തയോ മുന്തിരി ഏതെങ്കിലും ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണമെന്നില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് ബാക്കി ഞാൻ കുറുക്കിയെടുക്കുന്നത്. അത്യാവശ്യം ഈ ഒരു കുറുകലൊക്കെ മതിയാവും കേട്ടോ. പിന്നെ ചൂടാറി കഴിയുമ്പോൾ ഇത്തിരി കൂടെ കട്ടിപ്പ് വെച്ചോളും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിൽ നിന്നൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്, ഒരു 2 കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് കുറച്ചൊരു സ്ട്രോബെറി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി സ്ട്രോബെറി മിക്സ് എസൻസ് 2-3 തുള്ളി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, ആ ഒരു ടേസ്റ്റ് ഇഷ്ടം പിന്നെ ആ ഒരു കളർ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മതിയിട്ട്, അല്ലെങ്കിൽ ഫുൾ കസ്റ്റാർഡ് കളർ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഇപ്പം ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടാറി വരട്ടെ കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടെ വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റാർഡ് കൂട്ട് ആദ്യം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം, അത്യാവശ്യം ഒന്ന് തണുത്തോട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കായിട്ടൊരു 4 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് വേണമെങ്കിൽ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കണം. വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പീസായിട്ട് മുറിക്കാം കേട്ടോ. എന്നിട്ടിത് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അത്യാവശ്യം ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് കരിയുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ഒരു ടിഷ്യൂലേക്കായിട്ട് എടുത്ത് വെക്കാം. അങ്ങനെ മുഴുവൻ ബ്രെഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് വെക്കാം. പിന്നെ ഇനി ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ഫ്ലേവറിലുള്ളത് വേണമെങ്കിലും എടുക്കുക. ഒരു 5-6 ഇതുപോലെ എടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് ഫൈൻ പൊടി ആവണമെന്നൊന്നുമില്ല, അത്യാവശ്യം ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചിട്ട് അതൊരു സൈഡിലേക്ക് വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള ഒരു റോബസ്റ്റ പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിലും കൂടെ മുറിച്ച് വെക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ കൂട്ടൊക്കെ നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട്. കസ്റ്റാർഡ് എപ്പോഴും തണുത്ത് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പം ഇത് അത്യാവശ്യമൊക്കെ ഒന്ന് തണുത്ത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ബ്രെഡൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബ്രെഡൊന്നും ആദ്യമേ ഫ്രൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് ഓരോന്നായിട്ട് ഈ ഒരു കസ്റ്റാർഡ് കൂട്ടിൽ ഒന്ന് ഇട്ടിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് മുക്കിയെടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഏത് പാത്രത്തിലേക്കാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രെഡിൻ്റെ പീസ് കഴിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് വേണമെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കസ്റ്റാർഡിലിടുമ്പോൾ ഒന്നങ്ങ് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. ഇത് നമുക്കിങ്ങനെ കോരി കഴിക്കുമ്പോൾ വലിയ പീസായിട്ട് കിട്ടുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പൊടി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഈ ഒരു ബ്രെഡിൻ്റെയും കസ്റ്റാർഡിൻ്റെ മേലേക്കായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയേ. ബിസ്ക്കറ്റിൻ്റെ മേലേക്കായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസ് ഇതുപോലെ മുഴുവനായിട്ട് നിരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പഴം മതിയാവും കേട്ടോ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയെടുക്കാനായിട്ട്. ഇതാ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ കൂട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്തോട്ടെ. അപ്പോഴാണ് കോരി കഴിക്കുമ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് കോരി കഴിക്കാനായിട്ട് പറ്റുക. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മളെടുത്തിട്ടുള്ള ഒരു 4 പീസ് ബ്രെഡിലേക്ക് ഈ ഒരു അളവിലുള്ള കസ്റ്റാർഡ് കറക്റ്റ് തന്നെയായിരിക്കും. ഇതാ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്.
ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ചെറിയൊരു നല്ലൊരു കളർ ഭംഗിക്ക് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് കസ്റ്റാർഡ് വൈറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിലൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാട്ടെ, സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ കുറച്ചൊരു നട്ട്സ് കാര്യങ്ങൾ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും, അതുകൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ കോരി കഴിക്കാം. കുറച്ചൊരു തണുത്തിരിക്കുന്ന കസ്റ്റാർഡാണല്ലോ. പിന്നെ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് 1-2 മണിക്കൂർ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും എടുക്കാം കേട്ടോ. ബ്രെഡിൻ്റെ ക്രിസ്പി കുറച്ച് പോകും, പക്ഷെ എന്നാലും എല്ലാം കൂടെ പഴവും കസ്റ്റാർഡും ബ്രെഡും തണുത്തിട്ട് കോരി കഴിക്കുമ്പോൾ അതും വേറൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി, സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്